ഈ എൻ്റെ മുന്നിലെ പ്രതിപക്ഷ ബെഞ്ചിൽ ഒരു കലാപ സമയത്ത് നിങ്ങൾ അക്രമത്തിന് തയ്യാറായിരിക്കുന്ന ആളുകൾ ഇവിടെ ഉണ്ട്, നിഷ്പക്ഷതയും നിഷ്കളങ്കതയും നടിക്കുന്ന ആളുകളാണ് ഈ ഭരണപക്ഷ ബെഞ്ചിൽ BJPയുടെ ബെഞ്ചിലിരിക്കുന്ന പലരും എന്ന് അദ്ദേഹം തുറന്നു പറയുന്നു. അതിന് നോക്കൂ, ഒരു സിനിമയിലെ അക്രമകാരിയായ ഒരു കഥാപാത്രത്തെ അദ്ദേഹം നേരിട്ട് റെഫർ ചെയ്യുകയാണ്. നിങ്ങൾ ഈ മുന്നിരിക്കുന്ന BJPക്കാരിൽ പലരും അതാണെന്ന് പറയാൻ അദ്ദേഹം ഒരു മടിയും കാണിക്കുന്നില്ല. എന്ന് മാത്രമല്ല, അദ്ദേഹം സ്റ്റാൻ സ്വാമിയെക്കുറിച്ചും ഗ്രഹാം സ്റ്റെയിനെക്കുറിച്ചും മണിപ്പൂരിനെക്കുറിച്ചും യേശുക്രിസ്തുവിനെക്കുറിച്ചും ഒക്കെ സംസാരിക്കുന്നുണ്ട്. സ്വന്തം പേര് ജോൺ ബ്രിട്ടാസ് ആണെന്ന്, എൻ്റെ മതസ്വത്വം അങ്ങനെ പരിശോധിച്ചാൽ ഞാനൊരു ക്രിസ്ത്യൻ മത പേരുള്ള ആളാണ് എന്നത് അദ്ദേഹത്തെ, കേരളത്തിൽ നിന്ന് പോയ മറ്റ് പല MP-മാരെയും പോലെ അദ്ദേഹത്തെ തടസ്സപ്പെടുത്തുന്നില്ല അത് പറയാൻ. അദ്ദേഹം ഉറക്കെ പറയുകയാണ്, നിങ്ങൾ ക്രിസ്ത്യാനികളെ ആക്രമിക്കുന്നവരല്ലേ, നിങ്ങൾ ജബൽപൂരിൽ ആക്രമണം നടത്തിയവരല്ലേ, നിങ്ങൾ ക്രിസ്ത്യൻ സ്നേഹം പറയണ്ട എന്ന് പറയാൻ അദ്ദേഹത്തിൻ്റെ മതസ്വത്വമോ അദ്ദേഹത്തിൻ്റെ പേരോ അദ്ദേഹത്തിന് തടസ്സമാകുന്നില്ല. അതുകൊണ്ട് ജോൺ ബ്രിട്ടാസ് ഇന്നലെ അദ്ദേഹം പർപ്പസ്ഫുള്ളിയാണ് മലയാളത്തിൽ സംസാരിക്കുന്നത്. കാരണം കേരളത്തിൽ ഇരുന്നുകൊണ്ട് കേന്ദ്ര സർക്കാർ എന്തോ മഹത്തായ കാര്യം ഞങ്ങൾക്ക് ചെയ്തു തരികയാണെന്ന് വിചാരിക്കുന്ന കുറേ നിഷ്കളങ്കരുണ്ട്. അവർക്ക് കൂടി മനസ്സിലാവാനും അവരെ കൂടി കൺവിൻസ് ചെയ്യാൻ അദ്ദേഹം ഒരു ഘട്ടത്തിൽ ഇംഗ്ലീഷ് പ്രഭാഷണം അവസാനിപ്പിച്ച് മലയാളത്തിൽ പറയുന്നത്. അത് വളരെ ക്രിസ്റ്റൽ ക്ലിയർ ആയിരുന്നു, ഒന്നും കൂട്ടാനുമില്ല കുറയ്ക്കാനുമില്ല. അപ്പോൾ അതിനോട് സുരേഷ് ഗോപി വളരെ പെട്ടെന്ന് ഒഫൻഡ് ആവുന്നു, അദ്ദേഹത്തിന് ദേഷ്യം വരുന്നു. കാരണം ഒരു മുന്നമാർ ഇവിടെ ഇരിക്കുന്നു എന്നാണ് അദ്ദേഹം പറഞ്ഞത്. മുന്നമാരെന്ന് ഉദ്ദേശിക്കുന്ന നേരത്തെ അജിംസ് വളരെ കൃത്യമായിട്ട് പറഞ്ഞ പോലെ നിഷ്പക്ഷത നടിക്കുന്ന മനുഷ്യർ ഒരു കലാപഘട്ടത്തിൽ വളരെ പെട്ടെന്ന്, ഗുജറാത്ത് കലാപത്തിൻ്റെ കഥ നമുക്കറിയാം, ഞങ്ങളുടെ വീട്ടിൽ നിന്ന് പാല് മേടിച്ചിരുന്നവർ, ഞങ്ങൾക്ക് അടുത്ത് പരിചയം ഉണ്ടായിരുന്ന ആളാണ്, ഞങ്ങളുടെ വീട്ടിൽ കയറി വന്ന് ഞങ്ങളുടെ കുഞ്ഞുങ്ങളെ റേപ്പ് ചെയ്തത് എന്ന് ഗുജറാത്ത് കലാപ സമയത്ത് നിന്ന് അതിജീവിച്ച മനുഷ്യർ സാക്ഷ്യപ്പെടുത്തിയിട്ടുണ്ട്. ഇന്നലെ വരെ ഒരു കാലത്തും ഞങ്ങളെ ആക്രമിക്കാൻ വരില്ല, എൻ്റെ മകൾ അപ്പൂപ്പ എന്ന് വിളിച്ചുകൊണ്ടിരിക്കുന്ന വൃദ്ധരായ മനുഷ്യർ കയറി വന്ന് ഞങ്ങളുടെ കുഞ്ഞുങ്ങളുടെ ദേഹത്ത് കൈവച്ചു, ഞങ്ങളുടെ പെൺകുട്ടികളുടെ ദേഹത്ത് കൈവച്ചു, ഞങ്ങളാ തകർന്നുപോയി എന്ന് രേഖപ്പെടുത്തിയ മനുഷ്യരുണ്ട്. അപ്പോൾ നമ്മൾ കാണുന്ന സമ്പൂർണ്ണരായ മനുഷ്യർ അവരല്ല ഈ പറയുന്ന ഹെയ്റ്റ് ട്യൂബേഴ്സ് ആയിട്ടുള്ള ആളുകൾ കൊടുക്കുന്ന നിരന്തരമായ വിഷം കുടിച്ച് ഏത് സമയത്തും ഒരു കലാപം ഉണ്ടായാൽ ന്യൂനപക്ഷങ്ങളുടെ മുസ്ലിങ്ങളുടെ വീട് കൊള്ളയടിക്കാം, സ്വത്തെടുക്കാം, അവരുടെ സ്ത്രീകളെ റേപ്പ് ചെയ്യാം എന്നൊക്കെ വിചാരിക്കുന്ന മനുഷ്യർ സത്യത്തിലുണ്ട് ഇന്ത്യയിൽ. അത് ഇന്ത്യയുടെ ഒരു യാഥാർത്ഥ്യമാണ്. അതിൽപ്പെട്ട അതിൻ്റെ മാനസികാവസ്ഥയുള്ള മനുഷ്യർ അപ്പുറത്തിരിപ്പുണ്ടെന്നാണ് അദ്ദേഹം ചൂണ്ടിക്കാണിക്കുന്നത്. സ്വാഭാവികമായിട്ടും സുരേഷ് ഗോപിക്ക് ദേഷ്യം വരും. കാരണം എന്താണ്, അതിനൊരു കാര്യമുണ്ട്. സുരേഷ് ഗോപി അദ്ദേഹം ക്രിസ്ത്യൻ സ്നേഹത്തെക്കുറിച്ച് പറഞ്ഞു. ഇന്ന് അദ്ദേഹം പോയി കൊരട്ടി പള്ളിയിൽ പോയിട്ട് എന്തോ പ്രാർത്ഥനയിൽ പങ്കെടുക്കുകയോ ഒക്കെ ചെയ്തിട്ടുണ്ട്. പക്ഷേ അദ്ദേഹം ജബൽപൂരിൽ ക്രിസ്ത്യാനികൾ ആക്രമിക്കപ്പെട്ട സംഭവത്തെക്കുറിച്ച് ചോദിക്കുമ്പോൾ അദ്ദേഹം മൗനം പാലിക്കുകയോ എസ്കേപ്പ് ചെയ്യുകയോ ചോദിച്ചയാളെ ആക്രമിക്കുകയോ ചെയ്യുകയാണ്. അതിലെവിടെയാണ് ക്രിസ്ത്യൻ സ്നേഹം? അദ്ദേഹത്തിന് ഇന്നത്തെ ഈ ദിവസമോ ഇന്നലെയോ ക്രിസ്ത്യൻ മതം മാത്രമല്ല, ജബൽപൂരിൽ ചോദിക്കുമ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഉണ്ടാവും. ഇന്ത്യയിൽ എവിടെയെങ്കിലും ക്രിസ്ത്യാനികൾ മറ്റാരെങ്കിലും ആക്രമിച്ചൊരു സംഭവം ഉണ്ടായിട്ടില്ല, എവിടെയെങ്കിലും ഉണ്ടായിട്ടില്ല. അപ്പോൾ അത് അങ്ങോട്ടും ഇങ്ങോട്ടും ഉണ്ടാകുന്ന വെച്ചാൽ എന്താണ്, ക്രിസ്ത്യാനികളെ ആക്രമിച്ചിട്ട് തിരിച്ചു കിട്ടിയ അദ്ദേഹം ഒരു വ്യാജം കല്ല് വെച്ച നുണ പറയാൻ ശ്രമിക്കുകയാണ്. എന്നിട്ട് അദ്ദേഹം പറയുകയാണ്, അവസാനം പറയുകയാണ്, അങ്ങനെ ഒരു സംഭവം ഉണ്ടായിട്ടുണ്ടെങ്കിൽ അതിന്മേൽ നടപടികളുണ്ടാവും. എന്ത് നടപടി? പോലീസ് നോക്കി നിൽക്കേ. നടപടി എടുക്കേണ്ട ആരാണ്? ഒരു അക്രമം ഉണ്ടാകുമ്പോൾ അതിനെ തടയേണ്ട നടപടി ആരാണ് എടുക്കേണ്ടത്? ഗുജറാത്തിൽ പോലീസ് നോക്കി നിൽക്കായിരുന്നു, നമുക്കറിയാം. ഇവിടെ ജബൽപൂരിൽ മലയാളി വൈദികരടക്കം ആക്രമിക്കപ്പെട്ട സമയത്ത് പോലീസ് നോക്കി നിൽക്കുകയാണ്. നടപടി ഉണ്ടാകും അത്രേ. മണിപ്പൂരിൽ പ്രശ്നങ്ങളുണ്ടെങ്കിൽ അത് നോക്കാൻ അവിടെ ആണുങ്ങളുണ്ട് എന്ന് പറഞ്ഞാൽ അദ്ദേഹം. വർഷം എത്ര കഴിഞ്ഞു? മണിപ്പൂരിലെ പ്രശ്നങ്ങൾക്ക് ഇപ്പോഴും പരിഹാരം ഉണ്ടായിട്ടുണ്ടോ? നരേന്ദ്രമോദി അവിടെ പോയിട്ടുണ്ടോ? അവിടുത്തെ ആണുങ്ങൾ ആരായിരുന്നു? അവിടുത്തെ ആണുങ്ങളായിരുന്ന ബീരൻ സിംഗിന് രാജിവെച്ച് പുറത്തു പോകേണ്ടി വന്നു. ആ പ്രശ്നം അവരാരാ അവിടുത്തെ ആണുങ്ങൾ? അപ്പോൾ അദ്ദേഹം അടിസ്ഥാനപരമായി ഇന്ത്യൻ ക്രിസ്ത്യാനികൾ മതവിശ്വാസികൾ നേരിടുന്ന പ്രശ്നങ്ങളോട് ഒരു അനുഭാവവും അദ്ദേഹത്തിനില്ല. അദ്ദേഹത്തിന് വേണ്ടത് കേരളത്തിലെ പൊളിറ്റിക്സിൽ ക്രിസ്ത്യാനികളെ വഞ്ചനാപരമായി എന്ന് വെച്ചാൽ ഒരു കള്ളം പറഞ്ഞ് ഒപ്പം നിർത്തി അവരുടെ വോട്ട് നേടുക എന്ന് മാത്രം. അല്ലെങ്കിൽ അദ്ദേഹത്തിന് ക്രിസ്ത്യാനികളോട് ശരിയായ സ്നേഹം ഉണ്ട്. പറയണം, ജബൽപൂരിൽ ഹിന്ദുത്വ വർഗീയവാദ സംഘം കാണിച്ചത്, അല്ലെങ്കിൽ അവിടെ ബജ്രംഗദൾ കാണിച്ചത്, ഹിന്ദുത്വ ഫ്രിഞ്ച് എലമെന്റുകൾ കാണിക്കുന്നത് പിന്തുണയ്ക്കാൻ കഴിയാത്ത കാര്യമാണ്. കർശനമായ നടപടി അവർക്കെതിരെ ഉണ്ടാവണം. ഈ കാര്യം ഞാൻ പാർലമെൻറ്റിൽ ഉന്നയിക്കുമെന്ന് അദ്ദേഹത്തിന് പറയാൻ കഴിയണ്ടേ? അപ്പോൾ അതാണ്. അപ്പോൾ അവർ ആക്രമിക്കപ്പെടുന്ന സമയത്ത്, മണിപ്പൂരിൽ ആക്രമിക്കപ്പെട്ടപ്പോൾ, ജബൽപൂരിൽ ആക്രമിക്കപ്പെട്ടപ്പോഴെല്ലാം മൗനം പാലിക്കുന്ന ഒരാൾ, കരോൾ സംഘം ആക്രമിക്കപ്പെടുമ്പോൾ മൗനം പാലിക്കുന്ന ഒരാൾ, അതിൽ ചോദിക്കുമ്പോൾ തട്ടിക്കയറുന്ന ഒരാൾ, അയാളെ മുന്ന എന്നല്ലാതെ പിന്നെ ഈ ദിവസം ഈ ആഴ്ച നമ്മൾ വേറെ ഏത് പേരുകൊണ്ട് വിളിക്കും? അതല്ലേ ജോൺ ബ്രിട്ടാസ് വിളിക്കുന്നത്. അപ്പോൾ അദ്ദേഹം അതിൽ ഡിസ്റ്റർബ്ഡ് ആവുന്നത് സ്വാഭാവികമാണ്. അതിനെതിരെ അദ്ദേഹം നേരത്തെ പറഞ്ഞ പോലെ 51 വെട്ട് പ്രസിദ്ധീകരിക്കാൻ, റിലീസ് ചെയ്യാൻ നിങ്ങൾക്ക് ധൈര്യമുണ്ടോ ചോദിക്കണം. ആരാണ് റിലീസ് ചെയ്യേണ്ടത്? പിണറായി വിജയനോ? പിണറായി വിജയൻ നിർമ്മിച്ച് പിണറായി വിജയൻ വിതരണം ഏറ്റെടുത്ത സിനിമയൊന്നുമല്ല 51 വെട്ട്. അതിവിടെ പ്രദർശിപ്പിച്ചല്ലോ. പിന്നെ ലെഫ്റ്റ് ഇവിടെ 50 ദിവസം പിന്നിട്ടല്ലോ. ആരാ എതിർക്കാൻ പോയത്? വിയോജിപ്പുണ്ടായി കാണും. ആരാ അത് വെട്ടണമെന്ന് പറഞ്ഞു? അതിൻ്റെ സെൻസറിങ് ഏർപ്പെടുത്തുന്ന നിർബന്ധം പിടിച്ചോ? അത് പ്രദർശിപ്പിക്കുന്ന തിയേറ്റർ കത്തിക്കൊന്ന് വാശി പിടിച്ചോ? അതിന് നിർമ്മിച്ച ആൾക്കാരുടെ വീട്ടിൽ ഇവിടുത്തെ വിജിലൻസ് എന്തെങ്കിലും അന്വേഷണമായിട്ട് പോയോ? ഒന്നും പോയില്ലല്ലോ. ഇവിടെ നടന്നു. അവരുടെ പ്രതിഷേധം അവർ രേഖപ്പെടുത്തി. അവർക്ക് ആ കാര്യത്തിലുള്ള വിയോജിപ്പ് ഏതെങ്കിലും കോണുകളിൽ നിന്ന് വന്നു കാണും. അല്ലാതെ ഇതിവിടെ പ്രദർശിപ്പിക്കാൻ കഴിയില്ല, റിലീസ് ചെയ്യാൻ കഴിയില്ല സാഹചര്യം ഇവിടെ ഉണ്ടോ? എനിക്ക് തോന്നുന്നില്ല ഉണ്ടെന്ന്. കേരളത്തിൽ ഏതെങ്കിലും തരത്തിലുള്ള പ്രദർശനത്തെ തടയുന്നവരെന്നല്ല എടുത്തിട്ടേ ഇല്ല ആ സിനിമയുടെ കാര്യത്തിൽ. അപ്പോൾ പിണറായി വിജയനാണത് റിലീസ് ചെയ്യേണ്ടതെന്ന ഒരു മണ്ടത്തരം അദ്ദേഹം പറയുകയാണ്. അപ്പോൾ എനിക്ക് പിന്നെയും തോന്നുന്നൊരു സംഗതിയുണ്ട്. നമ്മൾ സുരേഷ് ഗോപിയുടെ ഇത്തരം പ്രതികരണങ്ങളെ എടുത്ത് ഇവിടെ ഡിസക്റ്റ് ചെയ്യുക, ഓഡിറ്റ് ചെയ്യുക ഒരു കാര്യമില്ലാത്ത കാര്യമാണ്.
അദ്ദേഹത്തിൻ്റെ ശേഷി എന്തുമാത്രമാണ് എന്ന് സ്വയം തെളിയിക്കുന്നു. സിനിമയിൽ നിന്ന് ഇറങ്ങി വരാൻ കഴിയാതെ ഇന്നലത്തെ ചില ഭാവങ്ങൾ കണ്ടോ, ഈ കൈ ഇങ്ങനെ കാണിക്കുന്നത്, ഇതൊക്കെ അദ്ദേഹത്തിൻ്റെ ഭരചന്ദ്രനിലെ ചില ജസ്റ്റേഴ്സാണ്. അദ്ദേഹം അവിടെ കാണിക്കുകയാണ്. അപ്പോൾ അദ്ദേഹം എന്താണ് പറയുന്നത്, എന്താണ് ചെയ്യുന്നത് എന്ന കാര്യത്തിൽ അത് ബ്രിട്ടാസ് പറഞ്ഞ കാര്യമാണ്. അദ്ദേഹത്തിന് ചില പ്രൊഫഷണൽ ഹെൽപ്പ് ആവശ്യമുള്ള ഘട്ടത്തിൽ അദ്ദേഹം എത്തിയിട്ടുണ്ടെങ്കിൽ അത് അദ്ദേഹത്തിന് കിട്ടട്ടെ എന്ന് നമുക്ക് ആഗ്രഹിക്കാമെന്ന് ഞാൻ പറയും.